ആകർഷണം എന്നാൽ നമ്മൾ പലപ്പോഴും സിക്സ് പാക്ക്, ഉയരം, ഭംഗിയുള്ള മുഖം ഇവയാണെന്ന് കരുതുന്നു. എന്നാൽ സ്ത്രീകളുടെ മനസ്സിൽ ഇടം നേടാൻ ഇതെല്ലാം മാത്രം മതിയോ? ഒരു പുരുഷന്റെ ശരീര സൗന്ദര്യം കണ്ണിന് ആകർഷിച്ചാലും സ്ത്രീയുടെ ഹൃദയം കീഴടക്കുന്നത് മറ്റൊന്നാണ്. സ്ത്രീകളെ ഏറ്റവും ശക്തമായി സ്വാധീനിക്കുന്നതും അവരെ ഒരാളുടെ അടുത്തേക്ക് വീണ്ടും വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നതും അവൻ്റെ ലുക്ക് മാത്രമല്ല, മറിച്ച് അവൻ ആരാണ് എന്നതാണ്. ഒരാളുടെ രൂപസൗന്ദര്യത്തിന് അപ്പുറത്ത് സ്ത്രീകളെ ഏറ്റവും ശക്തമായി ആകർഷിക്കുന്ന മറഞ്ഞിരിക്കുന്ന ആ രഹസ്യം എന്താണ്? നമുക്ക് പരിശോധിക്കാം. നമസ്കാരം. ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ലൈംഗിക ആരോഗ്യവും മാനസിക ശാരീരിക ബന്ധങ്ങളും സംബന്ധിച്ചുള്ള പുരാതനവും ശാസ്ത്രീയവുമായ അറിവുകളും റൊമാൻറ്റിക് മോട്ടിവേഷൻ കഥകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. നമ്മൾ ചെറുപ്പം മുതൽ കേട്ടും കണ്ടും വന്നത് ഒരു പുരുഷൻ ആണെങ്കിൽ അവനെ സ്ത്രീകൾ സ്വാഭാവികമായി ആകർഷിക്കും എന്നതാണ്. സുന്ദരനാകണം, ഉയരം വേണം, നിറം കറുത്താൽ പോരാ, വെളുപ്പായിരിക്കണം, സമൂഹം നമുക്ക് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു മിഥ്യാധാരണയാണ് ഇത്. നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നത് സുന്ദരൻ ആയാൽ മാത്രം മതിയാകും എന്നതാണ്. എന്നാൽ അത് ഒരു തെറ്റിദ്ധാരണയാണ്. സൗന്ദര്യം ഒരുപക്ഷെ കണ്ണിന് ആകർഷിക്കാൻ കഴിഞ്ഞേക്കും. അതെ, ആദ്യ നിമിഷങ്ങളിൽ രൂപം കണ്ണിൽ പെടും. ഒരു പെർഫെക്റ്റ് സ്മൈൽ, ശരിയായ ഡ്രസ്സിംഗ് സെൻസ്, മുഖത്തിൻ്റെ ഭംഗി, വെട്ടിയൊതുക്കിയ താടി, ഇവയൊക്കെ ആദ്യം ഇംപ്രഷൻ കൊടുക്കും. പക്ഷേ അതുകൊണ്ട് മാത്രം ദീർഘകാലം ഒരു ബന്ധം നിലനിർത്താമോ? ഇല്ല. ദീർഘകാല ബന്ധം നിലനിർത്താൻ ഭംഗി മാത്രമല്ല, ആന്തരിക ഗുണങ്ങളാണ് നിർണായകം. പല പഠനങ്ങളും തെളിയിക്കുന്നത് രൂപത്തിന് ആകർഷണം ഉണ്ടെങ്കിലും അതിന് വളരെ ചെറിയ ആയുസ്സാണ്. ആദ്യത്തെ സ്പാർക്ക് കഴിഞ്ഞാൽ സ്ത്രീകളെ ബന്ധത്തിൽ നിലനിർത്തുന്നത് അവരുടെ പങ്കാളിയുടെ മനസ്സിൻ്റെ ആഴം, ആത്മവിശ്വാസം, സ്ഥിരത, കരുതൽ ഇവയൊക്കെയാണ്. സ്ത്രീകൾ പറയുന്നുണ്ട്, ഭംഗി കണ്ടാൽ സന്തോഷം തോന്നും, പക്ഷേ സുരക്ഷിതത്വം നൽകുന്ന മനസ്സ് കണ്ടാൽ മാത്രം ഹൃദയം നിറയും. അതുകൊണ്ട് ലുക്ക് ഒരു എൻട്രി ടിക്കറ്റ് മാത്രമാണ്. പക്ഷേ ദീർഘകാലം ബന്ധം നിലനിർത്തുന്നത് ഭംഗിയല്ല. സ്ത്രീകൾ അധികവും പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സുരക്ഷിതത്വമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു സ്ത്രീയെ പ്രണയിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് 40 കഴിഞ്ഞവർ, നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്. പകരം നിങ്ങളിൽ നിന്നും അവർക്ക് സുരക്ഷിതത്വവും സംരക്ഷണവും ലഭിക്കുമെന്ന് ബോധ്യപ്പെടുത്താനാണ്. ഒരു വ്യക്തിക്ക് നല്ലൊരു രൂപമുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് നല്ല ഗുണങ്ങളും ഉണ്ടാവുമെന്ന് സ്വാഭാവികമായി കരുതും. ഇതിനെയാണ് ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇതിന് കുറച്ചു ദിവസമേ ആയുസുള്ളൂ. കാരണം കുറച്ചു സമയം കഴിയുമ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത് കാണാം. ഞാൻ ഒന്നുകൂടെ വിശദമായി പറഞ്ഞു തരാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരാൾ സുന്ദരനായിരിക്കും, അല്ലെങ്കിൽ സ്മാർട്ടായി ഡ്രസ്സ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായി കരുതും അവൻ നല്ല ആളായിരിക്കും, ടാലൻ്റ് ആയിരിക്കും, അവൻ്റെ സ്വഭാവം നല്ലതായിരിക്കും എന്നൊക്കെ. ഇതിനെയാണ് ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഭംഗി കണ്ടപ്പോൾ അവൻ്റെ മുഴുവൻ വ്യക്തിത്വത്തെയും പോസിറ്റീവ് ആയി കാണുന്ന ടെൻഡൻസി. പക്ഷേ ഇതൊരു മാസ്ക് പോലെയാണ്. കാലം പോകുന്തോറും യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. ഒരു വ്യക്തി ലുക്കിൽ മാത്രം ആശ്രയിച്ചാൽ വളരെ വേഗത്തിൽ അവൻ്റെ ഗ്ലാമർ മങ്ങിപ്പോകും. സ്ത്രീകൾക്ക് ദീർഘകാലത്തേക്ക് സുരക്ഷിതത്വം ഉണ്ടാക്കുന്നത് ആകർഷണം കൊണ്ടല്ല, മറിച്ച് സ്ഥിരത കൊണ്ടാണ്. ഒരു പുരുഷൻ തൻ്റെ പങ്കാളിയെ കേൾക്കാൻ തയ്യാറായിരിക്കണം. അവളുടെ മനസ്സ് മനസ്സിലാക്കാൻ പഠിക്കണം. അവൾക്ക് വൈകാരിക സുരക്ഷ നൽകണം. ഇവയാണ് സ്ത്രീകൾക്ക് വളരെ പ്രധാനപ്പെട്ടതും ബന്ധം ദീർഘകാലം നിലനിർത്തുന്നതും. ഗവേഷണങ്ങൾ പറയുന്നത് സ്ത്രീകൾ ഭംഗിയിൽ ആകൃഷ്ടർ ആയാലും ബന്ധങ്ങളിൽ അവർ വിലമതിക്കുന്നത് വിശ്വാസം, ബഹുമാനം, നർമ്മം, പക്വത പോലുള്ള ഗുണങ്ങളാണ്. അതുകൊണ്ട് ഹാലോ എഫക്റ്റ് എന്നത് മനോഹരമായ മിഥ്യ മാത്രമാണ്. ആദ്യ കാഴ്ചയിൽ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടായിരിക്കണം, പക്ഷെ ദീർഘകാലത്തേക്ക് ബന്ധം നിലനിർത്തുന്നത് സ്വഭാവമാണ്, മുഖമല്ല. സ്ത്രീകൾക്ക് വേണ്ടത് സുന്ദരമായൊരു മുഖമല്ല, മറിച്ച് സുരക്ഷിതത്വമുള്ള ഒരിടമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളെ ഒരാളോട് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് എന്താണ്? അവരുടെ രൂപസൗന്ദര്യമോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവവും മനസ്സുമാണോ?
സത്യം പറഞ്ഞാൽ ഇതിനുത്തരം പലർക്കും വ്യത്യാസമായിരിക്കും. ചിലർ പറയും ഭംഗിയാണ് ആദ്യം കണ്ണിൽപ്പെടുന്നത്. ചിലർ പറയും അവളുടെ കരുതലാണ്, അവൻ്റെ സംസാരമാണ്, അവൻ കോൺഫിഡൻസ് കൊടുക്കുന്ന രീതിയാണ്. നിങ്ങൾ എന്താണ് കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.